അപ്പോൾ ഇതാണ് മക്കളെ ചിക്കൻ സ്റ്റിക്ക്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നന്നാണ് ഇത് കേട്ടോ. ഇത് പൊളിയാണ് കേട്ടോ. അതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ എല്ലില്ലാത്ത കഷ്ണം ബ്രസ്റ്റ് ഭാഗമാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നന്നായി കിട്ടുക. നമുക്ക് നല്ല രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റട്ടോ. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ചിക്കൻ നോക്കിയെടുക്കുക. അപ്പോഴാണ് നല്ല കട്ടിയുള്ള കഷ്ണം കിട്ടുക നമുക്ക്. അപ്പോൾ നന്നായി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. നന്നായി അടിക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ആ സൈഡൊക്കെ ലെവലാക്കിയിട്ട് നമുക്കതിന് പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കുറച്ചുകൂടെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷെ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. പക്ഷെ കൂടുതൽ വലിപ്പം ഉണ്ടായാലും അത് വലിയൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം ഈ വലിപ്പത്തിലാണ് പാകം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും അടിച്ചിട്ട് മുറിച്ചെടുക്കാം. ഇത് കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങും കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കൻ്റെ ഏത് ഡിഷ് ഉണ്ടാക്കിയാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കഴിക്കാൻ. അപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പോൾ മസാല നന്നായി കുഴച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ശരിക്ക് ആകുന്ന രൂപത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1 മാഗി ക്യൂബും ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് തലേ ദിവസം ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പച്ചക്കറിയാണ് ഞാനിത് എടുത്തിട്ട് അതിൻ്റെ ഓലയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്താണ് കേട്ടോ. പിന്നെ ഓരോ കഷ്ണം എടുത്തിട്ട് നമുക്കിതിൽ ഈർക്കിളിയിൽ ഇത് ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കുക. ഇതെങ്ങനെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതേപോലെ കുത്തിയെടുക്കട്ടോ. കയ്യിൽ കൊള്ളരുത്, ശ്രദ്ധിച്ച് കുത്തി കൊടുക്കുക. പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചിങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു. വലിയ പണിയൊന്നുമില്ല. അത് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ മസാല ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചാൽ നല്ലതാണ്. പിന്നെ നമ്മൾ അടിക്കണതും നന്നായി അടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഇതിൽ വരിക. നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക് ഈ ചിക്കൻ. അപ്പോൾ ഇതുപോലെയാണ് ഇത് ഫുള്ളും ഞാനിതുപോലെ ഈർക്കിളിയിൽ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നൂൽ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ച ശേഷം നമുക്ക് ഈ മുട്ടയിൽ ചിക്കൻ്റെ ഓരോ കഷ്ണം അതിൽ മുക്കിയിട്ട് ഈ സേമിയയിലേക്ക് ഇട്ട് കൊടുക്കുക. സേമിയയിൽ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങണ്ട് പതുക്കെ അമർത്തി കൊടുക്കുക. സേമിയ പെട്ടെന്ന് അതിന് പിടിച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് തലേ ദിവസം മസാല തേച്ച് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. 1 അരമണിക്കൂർ തേച്ച് വെച്ചാലും മതി. നന്നായി അടിച്ചെടുത്താൽ മതി ചിക്കൻ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അതൊക്കെ പെട്ടെന്ന് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സാവധാനം ഒന്ന് ചെയ്ത് കാണിക്കണത്. അത് വേഗം ഇങ്ങനെ പിടിക്കും അതിന്മേൽ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ചൂടിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒന്നാണ്ട് കുറച്ച് കൊടുക്കുക. ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ തീ ഒന്നായിട്ട് കൂട്ടി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിയേ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റം.